കിളിക്കുഞ്ഞ് കരയുന്നു. അസ്സലാമലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ റിസപ്ഷന്. രാവിലെ കല്യാണം കഴിഞ്ഞു. മാമാൻ്റെ പേരക്കുട്ടിയുടെ ആയിരുന്നു കല്യാണം. ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയതാണ്. ലക്കിടി യുണൈറ്റഡ് ഓഡിറ്റോറിയത്തിലാണ് വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. അപ്പോൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ ബാക്കിൽ ഒരു സ്ഥലം കാണാനുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കുന്നാണ് കേട്ടോ കയറാൻ. ഇവിടെ റിസ്ക് ഉണ്ട് കയറാൻ. അതൊക്കെ കിതക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. പക്ഷെ കാണാൻ നല്ല കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറുകയാണ് അവിടെ. അപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിൽ റിസപ്ഷന് വന്ന എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ കയറിയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ പരവതാനി വിരിച്ച മാതിരിയാണ് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവിടെ നിറയെ ആടുകളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. അവർക്കൊരു പേടിയില്ല പാറിൻ്റെ മേലെ കൂടെ ഒക്കെ കയറാൻ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും പിന്നെ പാറയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ആ ചൂടൊന്നും വകവെക്കാണ്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് കയറിയിട്ടോ. ഈ കാഴ്ചകൾ തന്നെ ഉള്ളൂ എന്നാണ് കേട്ടോ ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കാഴ്ചകൾ കിടക്കുന്നതെന്ന് പിന്നീടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിട്ട് തിരിച്ചു പോകാൻ നിന്നതായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ അപ്പുറത്താണ് കാഴ്ച കാണാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ സ്ഥലമൊക്കെ കണ്ട. ആടുകൾക്കൊന്നും ഒരു പേടിയില്ല. പാറൻ്റെ മേലെ കൂടെ അവർ കയറി പോകണുണ്ടില്ലേ. നമ്മൾക്ക് കാണുമ്പോൾ പേടിയാകുന്ന അവർക്കൊരു പേടിയില്ല. ആടുകൾ ഇതാ താഴത്ത് മേയുന്നുണ്ട്. പാറൻ്റെ മേലെ കൂടെയും കയറി പോകുന്നുണ്ട്. എനിക്ക് ആടുകളിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിന്നതാണ് കേട്ടോ. അപ്പോഴാണ് പറയണത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് കാഴ്ചകളുള്ളത് എന്ന്. അപ്പോൾ വണ്ടിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാഴ്ച കാണാൻ. അപ്പോൾ ഇപ്പോൾ കയറിയതിനേക്കാളും കുറച്ചും കൂടി റിസ്ക് പിടിച്ച സ്ഥലമാണ് കേട്ടോ കയറാൻ പോണത്. കുട്ടികളൊക്കെ ഓടി കയറുന്നുണ്ട്. എല്ലാവരും കതച്ച് നിൽക്കുകയാണ്. കയറിയിട്ട് പോയിട്ട് അവർക്ക് കാല് കടഞ്ഞപ്പോൾ അവർ പകുതിക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ. കുഴഞ്ഞിട്ട് വയ്യ, കാല് കടയണോ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അസല് കണ്ട് പാറിൻ്റെ മേലെ കയറിയിട്ട് കയ്യും കൊണ്ട് ഇങ്ങനെ കാട്ടുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കയ്യും കൊണ്ട് കാണിച്ചു തരികയാണ്. അത് കണ്ടപ്പോൾ അതാ ആഫിയ തസ്നി കയറുന്നുണ്ട് കേട്ടോ. അവളും കയ്യും കൊണ്ട് കാട്ടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളൊരു ബാക്കിൽ വരുന്നുള്ളൂ കേട്ടോ. അവർ താഴത്തുനിന്ന് കയറി വരികയാണ് കിതച്ചിട്ട്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ലക്കിടി യുണൈറ്റഡ് ഓഡിറ്റോറിയത്തിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ കാഴ്ച കാണാൻ ആരും വിട്ടുപോകരുത് കേട്ടോ. നല്ല വൈബാണ് അവിടെ പോയാൽ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ആകെ 2-3 പ്രാവശ്യമാണ് മണ്ഡപത്തിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ കാഴ്ച കാണുന്നത്. ഈ കാഴ്ചകൾ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ സെറ്റപ്പാണ്. പാറകളൊക്കെ ഉണ്ട് നിറയെ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. കുട്ടികളെയും കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കുറച്ച് കുണ്ടാണ് കേട്ടോ. അത് കാരണം നമ്മുടെ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം. താഴ്ചയിലേക്ക് വീണ അപകടങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കണ്ടില്ലേ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കണ്ടില്ലേ. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. തെങ്ങിൻ്റെ തടി കഷ്ണങ്ങളാക്കിയിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ.
കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. പിന്നെ നമ്മുടെ ടെൻഷനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തിനെങ്കിലും അവിടെ പോയാൽ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. കാരണം അവിടുത്തെ കാഴ്ചകൾ അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ചകളാണ്. നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അവിടെ പോയാൽ കുറച്ച് വെള്ളം വീഴുന്ന സ്ഥലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഫ്രണ്ടിൽ ഓടുകയാണ്. സമയം വഴുകി, ഗേറ്റ് അടക്കാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഓടിപ്പോയി കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് കാണാൻ പറഞ്ഞിട്ട് പോവുകയാണ്. നിങ്ങൾ കാഴ്ച അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നുമില്ല, ടയർ സെറ്റ് ചെയ്തിട്ട് അതിൽ പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുക തോന്നുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാഴ്ച കാണാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നമ്മൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. സമയം 6 മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ തിരിച്ച് പോവാണ്. തിരിച്ചിറങ്ങി പോണ സമയത്താണ് കേട്ടോ കുറച്ച് പേര് മേലേക്ക് കാഴ്ചകൾ കാണാൻ വരുന്നത്. ഇരുട്ടായി തുടങ്ങിയിരുന്നു, അവർക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല സെറ്റായിട്ടുണ്ടാവും. ഞങ്ങൾ ഇരുട്ടാകാൻ നിന്നില്ല. ഞങ്ങളപ്പോൾ തിരിച്ച് വന്നു, ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ് ഗൈസ്. കയറുമ്പോൾ അവിടെ ഫോറസ്റ്റാണ്, അവിടെ കൊടും ഫോറസ്റ്റ്. നമ്മുടെ യുണൈറ്റഡ് മണ്ഡപം എത്തി. ഇതെല്ലാം പോയി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടെ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പലതരം ചായകൾ, ലെമൺ ടീ, പുതിന ടീ, അങ്ങനെ ഒരുപാട് തരം ചായകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങി കുടിച്ചു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ് ചെയ്യണം കേട്ടോ. നമ്മൾ ലൈക്കൊക്കെ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ഇടണേ.